കത്തിയൊക്കെ അണ്ണ ഞാൻ സ്റ്റോറേജിന്റെ താഴേന്ന് വെപ്പൻസിലോട്ട് പോവായിരുന്നു. ആണല്ലേ? അപ്പൊ നീ തന്നെ ആള്. ഈ അമ്മിണി പശു ആര്? നീ ഉണ്ടച്ചി ഇതുവരെ ഇട്ടൂടായിരുന്നു. എന്നാ പിന്നെ ആ പേര് പണ്ടേ ഞാൻ ഇട്ടത് പറ്റതല്ല, കൊറേ കാലിട്ട് ആ പേര് ഒരുപാടാവല്ലേ നീ. ആ ബോഡി എവിടെയാണ്? ഈ അമ്മിണി പശു അമ്മിണി പശു ആണ് അവിടുന്ന് ഇറങ്ങി വന്നത് ഞാൻ കണ്ടത്. അല്ലല്ല, ഞാൻ അല്ല, ഞാൻ മുകളിൽ നിന്ന് ഉണ്ടായിരുന്നു. അലീനെ എന്തൊരു ടാസ്ക് ആയിരുന്നു ചെയ്തോണ്ടിരുന്നത്? ഡ്രോപ്പ് ഷിപ്പിംഗ് താഴെ ഞാൻ മറ്റേ ഡ്രോപ്പിംഗ് താഴോട്ട് വരുമ്പത്തേക്ക് ഒരു വഴി കണ്ടുപിടിച്ച് ഒരു അത് കമ്മ്യൂണിക്കേഷന്റെ ഉള്ളിൽ അലീനെ കൊറേ അനങ്ങാണ്ട് എന്താ? ഞാൻ ടാസ്ക് എന്നെ പവിൻ ബ്രോ കണ്ടതാണ്. വിഷ്ണു നീ ആ ഓക്സിജൻ നിറയ്ക്കുന്ന റൂമിൽ നിന്നല്ല ഇപ്പൊ ഇറങ്ങി വന്നേ? അല്ല, ഞാൻ മുകളിൽ. പിന്നെ നിന്റെ അതേ വേഷത്തിൽ ആരെങ്കിലും ഇറങ്ങി വരുമോ? ഞാൻ കണ്ടതാണല്ലോ. ബോയിലർ റൂമിലുണ്ട് ഞാൻ. ബോഡി കിടന്നത് അത് പറഞ്ഞത് മനസ്സിലായി. ഇല്ല, ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ. ഞാൻ പറയട്ടെ, ബോഡി കിടന്ന എവിടെയായിരുന്നു? ബോയിലർ റൂമിന്റെ മുകളിൽ ഓക്സിജൻ നിറയ്ക്കുന്ന റൂമില്ലേ ഇറങ്ങി വന്നത്? ഓട്ടോന്റെ താഴെ അവിടെ ഞാൻ ഈ ചുക്രിയില്ലേ, ചുക്രിയാ ഞാൻ നോക്കുമ്പോഴത്തേക്ക് മറ്റേ ഇതടിച്ച ഓർമ്മണ്ട? ചുക്രിയില്ലേ, ചുക്രി. ഞാൻ പറയട്ടെ ചുക്രി, നീ നടക്ക്. സുനി, നമ്മള് ഇത് ഓർമ്മണ്ടാടാ? മറ്റേ സാബോട്ടേജ് സൗണ്ട് കേൾക്കുമ്പോൾ നമ്മള് CCTV അവിടെ നിൽക്കില്ലായിരുന്നു? നീ അപ്പോഴത്തേക്ക് നേരെ മുകളിലോട്ട് ഓടി. നീ ഓടിയ സമയത്ത് ഞാൻ മറ്റേ വയറിന്റെ ടാസ്ക് ചെയ്തിട്ട് അവിടെ നിന്ന് റൈറ്റിലോട്ട് തിരിച്ചോടാൻ നേരത്തെ ചുക്രി അടിയെന്നാണ് മുകളിലോട്ട് വന്നു. മനസ്സിലായ? അങ്ങനെയാണെങ്കിൽ ചുക്രി പയ്യെ കൈ വെച്ചങ്ങ് അഭിനയിച്ചങ്ങ് നിന്നേ. മനസ്സിലായില്ലേ? നൈസ് കേട്ടോ, നൈസ് ക്വാളിറ്റി. ഞാൻ പറഞ്ഞു, ഞാൻ മേലോട്ട് ഓടിയെന്നപ്പോ അവിടെ ഈ വാളയർപ്പുണ്ടായിരുന്നു, വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു. ആരോ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു മേലോട്ട് വന്നത്. അപ്പോഴാണ് ഞാൻ മേലോട്ട്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ എന്നെ അത് ഞാൻ കണ്ടില്ല. എനിക്ക് അവന്റെ കളർ അടുത്ത റൗണ്ട് പിടിക്കാം. അമ്മടി പശു അല്ലെങ്കിൽ ചുക്കുറെ അവരല്ലേ ചാൻസ് ഉള്ളത്. അപ്പൊ ഓക്കെ, അത് നോക്കി വെച്ചാൽ മതി. ഞാൻ അലിയനെ കണ്ടിരി. അത് എന്നെ പറയുന്നത് അഭിനയിക്കല്ലേ അമ്മടി പശു. നിന്റെ ജീവനോടെ ഞാൻ കണ്ടതാ. വെറുതെ എന്നെ കൊണ്ട് പറയിക്കല്ലേ.
ആരും അതൊന്ന് എക്കോ അടിക്കുന്നുണ്ട് നല്ല രീതിയില്. ഞാൻ മീറ്റിംഗിന് ഇമ്പോസ്റ്റർ പേടിച്ചെന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര ഡിലേ. എന്താ സുനി? എനിക്കൊരു ഡൗട്ട്. ബോഡി അല്ല ഈ ഡ്രോപ്പ് ഷിപ്പിന്റെ രണ്ട് സൈഡിലുള്ള മറ്റേ രണ്ടുപേര് കൈ വെക്കേണ്ട ടാസ്ക് ഇല്ലേ ഇത് വരുമ്പോ സപ്പോർട്ട് ചെയ്ത് അത് ഒരാൾക്ക് വെക്കാൻ പറ്റുമോ? അത് രണ്ട് സൈഡിൽ സെപ്പറേറ്റ് ചെയ്യണം. അത് ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ മതി. അല്ല, ഒരാൾ ചെയ്തോണ്ടിരിക്കുമ്പോ അപ്പുറത്താളും പിടിക്കണം. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഡോക്ടർ ഫ്ലോട്ട് തീർത്തിട്ട് ഒറ്റയ്ക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്റെ വണ്ടേന്ന്. ചെയ്യാനേ പറ്റൂ. ഒരു സൈഡിൽ ഒരാൾ മതി, ഒരു സൈഡിൽ ഒരാൾ കൈ വെച്ചാൽ മതി. ഒരു സൈഡ് മതിയല്ലോ. അതെനിക്കൊരു ഡൗട്ട്. അണ്ണ ഇത് ഭയങ്കര ലോങ്. അമ്മിണി പശു പേടിച്ചു. കുഴപ്പമില്ല, പോട്ടെ. നമുക്ക് നോക്കാം എന്തായാലും സ്കിപ്പ് ചെയ്ത്. അലിയെ ഡൗട്ട് ഉണ്ട് കേട്ടോ. അലിയെ രണ്ട് സ്ഥലത്ത് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞതല്ലേ. ശരകണ ഈ അലിയില്ലേ കമ്മ്യൂണിക്കേഷൻ അവിടുത്തെ സ്റ്റോറേജിൽ പോയി. ഇവൻ കൊറേ ഫേക്ക് ടാസ്ക് ചെയ്യുന്നവരെ എനിക്ക് തോന്നുന്നു ഈ അലി. സർക്കണ ഞാൻ പറഞ്ഞേക്ക്, ഇവൻ കമ്മ്യൂണിക്കേഷൻ സ്റ്റോറേജിൽ വിട്ടുപോയി. ഞാൻ താഴെ നടന്ന് ബോയിലർ റൂമിൽ വന്നപ്പോ ഇവ അവിടെ നിൽക്കുന്നു. ബാബുഷേട്ടി ആ സ്റ്റോറേജ് റൂമിലോട്ടല്ല പോയെ, താഴെ ബോയിലർ റൂമിലോട്ടാ പോയെ. ഇവൻ ഈ ബോയിലർ റൂമിനകത്ത് ഒരു വർഷം നിന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ ബോയിലർ എന്റെ ഫ്രണ്ടിൽ നിന്നല്ലേ നീ പോയത്. എന്തായാലും കുഴപ്പമില്ല, സ്കിപ്പ് അടി. നോക്കാം, അടുത്ത റൗണ്ട് നോക്കാം. എനിക്ക് രണ്ടെണ്ണം ആദ്യേ ഞാൻ പറഞ്ഞതാ ആരോ ആണ്. ഒരു സെക്കൻഡ്.
എന്നെ ആരും ഇപ്പൊ കൊല്ലല്ല, ഞാൻ ഫുഡ് ഓർഡർ ചെയ്തോട്ടെ അല്ലെ കട അങ്ങനെ പറഞ്ഞോണ്ട് കൊല്ലും. അല്ലല്ല ഈ റൗണ്ട് തന്നെ കൊല്ലരുത് അത്ര. തപ്പി നടക്കണുണ്ട് കേട്ടോ ആരോ. സത്യം എല്ലാരും തപ്പി നടക്കുന്നു. എവിടെ സർക്കണ്ട എവിടെ എന്നൊക്കെ തുപ്പരുവർ കെ രാജ തുപ്പരുവർ കെ രാജ. ഇത് എവിടെ കിടക്കുന്നു? സുനി അവിടെ ഇറങ്ങി മോളോട്ട് പറഞ്ഞത് ഞാൻ കണ്ടതാണ്. സുനി അവിടെ ഇറങ്ങി മോളോട്ട് പറഞ്ഞത് എവിടാന്ന് പറ ഓഫീസ്. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ അഡ്മിനെ നിൽപ്പുണ്ട് കേട്ടോ. ഓഫീസിലോട്ട് ഒരു 3-4 പേര് പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ പോയ സമയത്ത് തിരിച്ചോടി വന്നത് സുനി മാത്രമാണ്. ഞാൻ നിന്നെ കണ്ട്, പക്ഷെ ഞാൻ വന്നത് വെപ്പൺസിന്റെ താഴെ സൈഡിൽ. അത് ഓഫീസ് തമ്മിൽ എന്ത് കണക്ഷൻ? ഇത് സുനിയാണെന്ന് പറഞ്ഞു. ആ അവിടുന്നാണ് ഞാൻ നീ അവിടുത്തെ ലോവർ ഡീകണ്ടാമിനേഷനിൽ നിന്ന് വന്ന അഡ്മിനിൽ കയറി ഓഫീസിൽ കൂടെ പുറത്തോട്ട് പോയെന്ന് ആണ് ഞാൻ വിചാരിച്ചത്. അല്ല ഞാൻ നേരെ അവിടുന്ന് അഡ്മിൻ റൂം വഴി വെപ്പൺസിലോട്ട് ഇറങ്ങി കയറിയിട്ട് ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ. ഇത് റിപ്പോർട്ട് ചെയ്ത ആരാണ്? അയ്യോ കണ്ടത് എവിടെ ഞാൻ പറയാം ലുട്ട, ഞാൻ കണ്ടത് ഞാൻ കമ്മ്യൂണിക്കേഷന് നേരെ ഓഫീസിലോട്ട് പോണ വഴിക്കാണ്. ടെൻഷൻ ആവില്ല, അവൻ പറഞ്ഞോട്ടെ. സ്റ്റോറേജും കമ്മ്യൂണിക്കേഷന്റെ ഇടയിൽ കൂടെ ഞാൻ നേരെ ഓഫീസിലോട്ട് മറ്റേ ടാസ്ക് ചെയ്യാൻ പോണ വഴിയിൽ സുനിമോനെ ഞാൻ കണ്ടതാണ്. അപ്പൊ സുനിമോൻ എവിടെയായിരുന്നു ആ സമയത്ത്? ഞാൻ കണ്ട വഴി എന്ന് പറഞ്ഞ വഴി. പക്ഷെ നീ അഭിനയിക്കണം എന്തിനാ? നീ എന്തിനാ ഇങ്ങനെ നിന്നെ എന്തോ ചെയ്യാൻ പോകുന്ന പോലത്തെ ഒരു എന്ത് പറ്റി? നീ കുറച്ചു നേരമായിട്ട് ഇങ്ങനെ ഓവറായിട്ട് ടെൻഷൻ ആവുന്നു, പാനിക് ആവുന്നു. എല്ലാവർക്കും ഫീൽ ചെയ്തത്? എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ സുനിമോന്റെ പുറകെ പോയതാണ്. സ്പെസിഫിക് റൂമിൽ ചെയ്തത് മറ്റേ നമ്പർ അടിക്കണത് 1, 2 മറ്റേ ഡയമണ്ട്, തലയോട്ടി, ഇല, മറ്റേ കുറ്റിയകത്ത് വെക്കണത്. ഇതിൽ ആർക്കൊക്കെയാണ് സുനിമോൻ ടെൻഷൻ അടിച്ച് സംസാരിച്ച പോലെ ഫീൽ ചെയ്ത് വരുന്നു? അങ്ങനെ ചെയ്യല്ലേ അല്ലല്ല അവൻ ക്രൂമേറ്റ് ആണ്. സുനിമോനെ ആർക്കൊക്കെ ഡൗട്ട് ഉണ്ടാന്നാണ് ചോദിക്കുന്നത്. നിന്നെ ചുമ്മാ അങ്ങനെ ചെയ്യില്ലേ? അത് അവൻ ക്രൂമേറ്റ് ആണ്. അവൻ ടാസ്ക് ചെയ്യുന്ന കണ്ടതാ. ആര് കണ്ട്? ഞാൻ കണ്ടതാ. അവൻ ടാസ്ക് ഞാനാ ഫ്രോഡ്. ഞാൻ പറഞ്ഞത് നോട്ട് ചെയ്ത് വെക്കാനാണ്. സുനിമോൻ ഇവിടെ ആരെയും സംശയിച്ചുകൂടാന്നല്ല. എന്നെയും സംശയിക്കാം, നിന്നെയും സംശയിക്കാം. സംശയിച്ചുകൂടാന്നുണ്ട്. ഒരാൾ കണ്ടു പറയുമ്പോ എന്തുകൊണ്ട് സംശയം? കഴിഞ്ഞ റൗണ്ട് കഴിച്ചു. നിന്റെ ഇളകെ കഴിഞ്ഞ് കളിയാണത്. മുന്നേ അണ്ണാ ഞാൻ ട്രൈ ചെയ്തു കേട്ടാ, രക്ഷിക്കാൻ പറ്റിയില്ല. കുഴപ്പമില്ല.
ഇൻവെസ്റ്റിഗേഷൻ നിന്നു. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഡൗൺ ആയി. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഡൗൺ ആയി. ഓഫീസിലോട്ടുള്ള വഴിയിൽ എവിടെ എവിടെ വെപ്പൺസ് കമ്മ്യൂണിക്കേഷന്റെ താഴെ പേര് മാറി. കമ്മ്യൂണിക്കേഷന്റെ താഴെ ഓഫീസിലോട്ടുള്ള വഴിയില് ഇപ്പൊ പവിൻ ബ്രോയും ബിബി കൂടെ താഴോട്ട് പോയില്ലേ ആ വഴിയില്. ഞങ്ങള് താഴോട്ട് പോയെന്നാ ഞങ്ങള് ലാബോറട്ടറിന്റെ അടുത്താ ഓഫീസിന്റെ മുകളിൽ ബിബിന്റെ അവിടുന്നല്ല പോയത്. ഇപ്പൊ ഓഫീസിന്റെ അടുത്താ പോയെ. ഓഫീസിൽ നിന്നാ പോയെ. ഓഫീസിൽ നിന്ന് ഞങ്ങൾ ഇല്ല. ഒരു മിനിറ്റ് ഇവിടെ വിളിക്കും. ഇപ്പൊ ഞാനതേ മിണ്ടാത്ത പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ ഞാൻ എന്തെങ്കിലും മിണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനാ കൊന്നതെന്ന് എല്ലാരും എന്നെ സംശയിക്കും. അതാണ് ഞാൻ മിണ്ടായിട്ട്. ഞാൻ വിഷ്ണു 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 നീ എവിടെയായിരുന്നു? ഇത് ക്യാം നോക്കുന്നു. എന്നിട്ട് നീ ഇത് കണ്ടില്ലേ? അവിടെ സെക്യൂരിറ്റി ക്യാം ഉണ്ടല്ലോ. ലൈറ്റ് കത്തിയില്ല. പൈമ്പർ നമ്മള് ലബോറട്ടറിയിലേക്ക് പോകുമ്പോ ലൈറ്റ് കത്തിയിട്ടില്ല ക്യാമറന്റെ. എടാ ഞാൻ നോക്കിന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ആടെ ഇല്ലെന്നേ പറ്റൂ. നീ പിന്നെ അവിടെ എന്തിനു ടാസ്ക്? ഞാൻ ഡ്രോപ്പ് ഷിപ്പിന്റെ അടുക്ക ആടെ നിന്നിട്ട് കൊറേ നേരം നിന്നു. ടാസ്ക് കഴിഞ്ഞു. ഇനി പണിയില്ല. എന്തൊക്കെ ടാസ്ക് ചെയ്തു അതൊന്ന് പറഞ്ഞേ. ഞാൻ പറഞ്ഞുതരാം. ലാബില് മറ്റേ സ്കോപ്പ് വെച്ചിട്ട് നോക്കുന്നത് ഒന്ന്. പിന്നെ സ്റ്റോറേജിനുള്ളിൽ ഫ്യൂൽ ഇറക്കുന്നത്. പിന്നെ ചെയ്തത് ഒന്ന് ഒരു ചോദ്യം സ്റ്റോറേജ് ഒന്ന് ഫ്യൂൽ നിറച്ചിട്ട് എടുത്തേക്ക് ഇതാക്കിയേ. ഡ്രോപ്പ് ഷിപ്പ് എവിടെ ഫിൽ ചെയ്തേ? സൈഡില് വിഷ്ണു ചാറ്റില് പറയുന്നത് സെൻട്രൽ ബാബു ഇൻവെസ്റ്റിഗേഷൻ സെൻട്രൽ ട്രക്കി മതി നീ കളി. നീ ഇവിടെ വലിയ എന്താ തീർന്നേ? വല അടിച്ചെന്ന് കൊറച്ചേ ഉള്ളത്. മ്യൂട്ട് ചെയ്തേടാ. കഷ്ടപ്പെടുവരുത് കളിച്ചോണ്ടിരിക്കുക. ഇത് കണ്ടത് ലബോറട്ടറിയുടെ മറ്റേ ഡോർ അടക്കണയാണ്. ചുക്രിയാണ്. ചുക്രി കൊന്നിട്ട് എന്റെ ഫ്രണ്ടിൽ നിന്ന് ആ ഡോർ തുറന്നു പോണ ഞാൻ കണ്ടതാണ്. ചുക്രിയായിരുന്നു അതിന്റെ അകത്ത് നിന്നത്. ചുക്രി പക്ഷെ റിപ്പോർട്ട് അടിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ചുക്രി അല്ലെങ്കിൽ ട്രിക്കിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല മ്യൂട്ടല്ല. ഹലോ കേക്കില്ലേ? ഞാൻ ആരെ കൊന്നിട്ടൊന്നുമില്ല. അങ്ങനെ ട്രിക്കി എന്തുകൊണ്ട് ആ ഡോറിനകത്ത് നിന്നപ്പോ അവന് റിപ്പോർട്ട് അടിച്ചില്ല? കപ്കിക്കിന് റിപ്പോർട്ട് അടിച്ചില്ല? ഞാൻ കണ്ടില്ല. അവരേക്കല്ല ട്രിക്കി, അവരേക്കല്ല. എന്റെ തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്ത്. എടാ സത്യമായിട്ട് കണ്ടില്ല. കണ്ടെങ്കിൽ കാര്യം പറയട്ടെ. സെക്യൂരിറ്റി റൂമില്
ഞാൻ അവിടെ ഇല്ല, ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ ടപ്പി. ഇത് ട്രിക്കിയുടെ അഭിനയാണ്. ഞാൻ സത്യം ട്രിക്കി അതിന്റെ അകത്ത് പെട്ട് കിടക്കായിരുന്നു. എടാ നീ കൊന്നിട്ട് ഇത് അടിച്ചിട്ട് എന്റെ പേര് പറയല്ലേ. അല്ലല്ല, ഒരു മിനിറ്റ് ഒരു കാര്യം ചോദിച്ചോട്ടെ. റാസി ബ്രോ എവിടെയായിരുന്നു? ഞാന് മറ്റേ സെക്യൂരിറ്റിയിലായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ റാസി ബ്രോ എവിടെയായിരുന്നു? ഞാന് സെക്യൂരിറ്റിയിൽ ഉണ്ടായിരുന്നു. സാബോട്ടേജ് ആയപ്പോ ഞാൻ പോയിട്ട് അവിടെ കൈ പിടിച്ചിട്ട് എന്നിട്ട് വരുമ്പോഴേക്ക് ഞാൻ ഡോക്ടർ ഫ്ലോട്ടിനെ ബിബിനെ കണ്ട്. അലിയ എവിടെയായിരുന്നു? അലിയെ നേരെ താഴെ പോയിക്കൊണ്ട് അഡ്മിന്റെ ഉള്ളിൽ ഞാനും അലിയ ഇപ്പോ അഡ്മിന്റെ അകത്തോട്ട് കയറുമായിരുന്നു. അവിടെ മെയിൻ എൻട്രൻസ് കമ്മ്യൂണിക്കേഷൻ താഴെ. ഞാൻ ട്രിക്കിക്കാണ് വോട്ട് ചെയ്തത്. ഞാൻ കണ്ണി കണ്ടതാണ് ട്രിക്കി അവനെ റിപ്പോർട്ട് അടിച്ചിട്ടില്ല. ആ റൂമിന്റെ അകത്ത് പെട്ട് കിടക്കായിരുന്നു. എന്നെ വിശ്വസിക്കണം, ഇല്ലേ നമ്മളെല്ലാരും ട്രിക്കിയാണ്, കൺഫേം ട്രിക്കിയാണ്. ഞാൻ ഒരാളാണെങ്കിൽ ഇത്രയും പേരെ കൊല്ലേ ഞാനും തീരുമാനിച്ചു സൂപ്പർമാനാണ്. ലബോറട്ടറി സ്പെഷ്യൽ റൂമിലോട്ട് പോണ വഴിയില് മറ്റേ ആ ഒരു ലോക്കായി കിടക്കണ റൂമില്ലേ, അതിന്റെ അകത്ത് ട്രിക്കിയും കപ്പിയൊക്കെ ഞാൻ വന്നപ്പോ ട്രിക്കി. ഞാനിവിടെ അഡ്മിൻ റൂമിന്റെ അവിടെ അങ്ങോട്ട് പോകുന്നേ ഉള്ളു. അതിനിടയ്ക്ക് എങ്ങനെ വിട്ടുവരുന്നേ? ഒരു മിനിറ്റ്, ഇത് ഒന്നെങ്കിൽ ട്രിക്കി ഇല്ലെങ്കിൽ സെൽഫ്. ഇത് ട്രിക്കി ഇത് കൺഫേം ട്രിക്കിയാണ്. ഇത് ട്രിക്കി ഞാൻ ടാസ്ക് ചെയ്യണ കുറെ പേര് കൊന്നിട്ടേ ട്രിക്കിനെ കഥ ഉറക്കാൻ പറ്റുന്നില്ല. ട്രിക്കി അവിടെ നിന്ന് ഇമോഷണൽ ആവുന്നുണ്ടോ? എടാ നിന്നെ ആരൊക്കെ കുറ്റം പറയും നോക്കാനുള്ള ഒരു നമ്പർ ബാബു. അത് സംഭവം ശരിയാണ് ബാബു, വെറുതെ അല്ല നീ പറഞ്ഞേല് നീ പറഞ്ഞ കേട്ടോ. നീ പറഞ്ഞ ചില കാര്യങ്ങളില് അല്ല നീ പറഞ്ഞ ചിലത് ഒട്ടും പോയിന്റ് ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ബാബു നീ പറഞ്ഞത്. അതാണ് അവൻ പറഞ്ഞത്. ഇവനെ കുറ്റം പറയുമ്പോ ആരൊക്കെ മാറി നിൽക്കുന്നു നോക്കാൻ വേണ്ടിട്ടാണ്, അല്ലെ കൂടെ ആരൊക്കെ നിൽക്കുന്നു നോക്കാൻ. ആര് സെൻസ് ചെയ്യടാ, ആര് സെൻസ് ചെയ്യും. അങ്ങനെ അതാണ് അമ്മണി പശു. ഞാൻ ആദ്യത്തെ കളിയിൽ കണ്ടതാ നീ അവിടെ നിന്ന് ഇറങ്ങി വന്നത്. ചുക്രി ഫസ്റ്റ് കില്ലെടുത്ത ആരാണ്? ചുക്രി ആയിരുന്നാടാ? ഞാൻ പറഞ്ഞോട്ടെ രണ്ട ഇവ എന്നെങ്കിൽ ഈ ചുക്രി അത് കണ്ടിട്ട് റിപ്പോർട്ട് ചെയ്ത് ഓടിയതാണ് ഉറപ്പായിട്ട്. സെൻട്രൽ ബാബു ഇൻവെസ്റ്റിഗേഷൻ എല്ലാരും കേറിയാ? ആ 13 നീ കേറിയില്ലേ? അല്ല ഞാൻ കേറി ബാക്കിയുള്ളവരെ ബാക്കിയുള്ള ചുക്രീനെ വില അടിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് വിളിക്കുന്ന കേട്ട്. ഹലോ അടുത്ത കളിയോ? അടുത്ത കളി ഞാനുണ്ട്. ഏതാ കളി? സരക്കാണ്. ഒരു സെക്കൻഡ് എടാ, ഞാൻ AFK ആണ്. ഫുഡ് ഓർഡർ ആളെ കൊണ്ടുപോയി.
അടിച്ചും പോയി. ആരടിച്ചു പോയി? ആ ബിബി. ബ്രോ പിങ് അടിച്ച് പിങ് അടിക്കുന്നേ അവിടെ? 2000 പിങ് പോയി ബ്രോ എനിക്ക്. നീ അണ്ടാക്കില്ലല്ലോ. കേരളത്തിൽ ഇപ്പയിലാണോ കളിക്കണേ? മൊബൈൽ ലാൻഡിലോട്ട് മാറ്റി വെക്കാം. ശരി. ഹലോ ഞാൻ കണ്ട് പറ ഞാൻ സെക്യൂരിറ്റിക്കകത്ത് നോക്കിയപ്പോ അമ്മണി പക്ഷെ ഈ പിങ്ക് കളറിൽ ആരാടാ? കണ്ടില്ല കണ്ടില്ല വെട്ടിയിട്ട് കുഴിക്കകത്ത് ഒളിച്ചിരിക്കണ ഞാൻ കണ്ട്. എന്റെ കളിയായിട്ടങ്ങ് ചേർത്തങ്ങ് കൊല്ലൊക്കെ തന്നെയല്ലേ അമ്മണി. ഈ ഇമ്പോസ്റ്റ് ഇട്ടാണ് വൃത്തിയട്ട സ്വഭാവം അത്. എനക്കാണോ ഇത് ഓർമ്മയില്ല കൊറേ അപ്പൊ അമ്മണിയിലൊക്കെ ഉണ്ട്. ഇല്ല കണ്ടല്ലേ, കൈയോടെ പിടിച്ചു കഴിഞ്ഞു. അതല്ലേ ഉണ്ടായിരിക്കുന്ന പറഞ്ഞിട്ടില്ലേ ഇമ്പോസ്റ്റർ ആവാൻ എനിക്ക് താല്പര്യമില്ലെന്ന്. CBI ആദ്യമേ തരാം. CBI ആക്കിയപ്പോഴത്തേക്ക് ക്യാമറ ആദ്യമേ ഇൻവെസ്റ്റിഗേഷൻ നടത്തരുത് കേട്ടാ. ഞാൻ കുറച്ചുകൂടെ അന്വേഷണം ഊർജ്ജമാക്കി. അപ്പൊ തന്നെ ഡോക്ടർ ഫ്രോഡ് എന്റെ കൂടെ എത്തിയപ്പോ താഴെ ചെയ്യണല്ലേ അതെങ്ങനെയത്ത്. ഞാൻ ബോഡി ഗാർഡ് ആയിട്ട് നിന്ന അണ്ണ എന്നെ ബാഡിയാക്കി. ലുട്ടാപ്പി കൊന്നിട്ട് സെൽഫ് റിപ്പോർട്ട് വല്ലതും ചെയ്താണോ? ഞാൻ റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ലേനെയാണ്. ലുട്ടാപ്പിയല്ല അണ്ണന്റെ ബോഡി ഗാർഡ് ആയിട്ട് നിന്നതാ ഞാൻ. എന്നെ ബാഡിയാക്കി അണ്ണ. ഇമ്പോസ്റ്റർ പോലെ സപ്പോർട്ട് ചെയ്തില്ല വട്ടിട്ടെടുത്ത്. എല്ലാരോടും അല്ലേ ഞാനോട് അടുത്ത ഇതെന്താ കൊറേ ഒരു വെട്ടി പോകുന്നുണ്ട് കേട്ടാ. പിങ് ലുട്ടാപ്പി നീ എവിടുന്ന് വന്നത്? ഞാൻ സ്പെസിമെൻ റൂമിൽ നിന്ന് തടിക്കൂടെ ഡികണ്ടാമിനേഷൻ വഴി വന്നത്. സരക്കണ ഞാൻ സ്കാൻ ചെയ്യണ കണ്ടോണ്ടിരുന്നതാണ്. എനിക്ക് നല്ല സംശയമുണ്ട് ഇവ കള്ള സ്കാൻ ചെയ്തതെന്ന്. എനിക്ക് സീരിയസ്ലി പറയാം. ഞാനൊരു കാര്യം പറയട്ടെ. കറണ്ട് ഇല്ലായിരുന്നു, ലൈറ്റ് ഇല്ലായിരുന്നു. പക്ഷെ ഈ ഓഫീസിന്റെ അടിയിൽ ഈ അഡ്മിന്റെ അവിടുന്ന് ഒരു ലെഫ്റ്റിലൊരു വെന്റ് ഇല്ലേ, ഒരു ചെറിയൊരു ഭാഗം, അവിടുന്ന് പയ്യ ഇറങ്ങി ഇവനെടാ താഴെന്നാണ് വന്നത്. കാരണം ആ സ്പെസിമെൻ റൂമിന്റെ അടിയിൽ കൂടി ഇവൻ പോണെന്ന് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അതുവഴി എന്തായാലും വരാൻ പറ്റും.
അത് കറക്റ്റാണ്. പക്ഷെ ഇവൻ ചെയ്ത അവിടെ മറ്റേ ഇത് ചെയ്താണ് ഞാൻ സ്കാൻ ചെയ്ത് ഞാൻ ഓടിക്കൊന്നും അല്ലായിരുന്നു. ഞാൻ തിരിച്ചു പോയെന്താ ലൈറ്റ് ഇല്ലായിരുന്നു. ഇത് ആരാണ് അങ്ങോട്ട് പോയത് നോക്കാനാണ് പോയത്. കാരണം മേളിൽ ഡെഡ് ബോഡി ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പറ്റണ്ടേ. അതുകൊണ്ടാണ് ഞാൻ താഴെ ആരാണ് എമർജൻസി അടിച്ചതാ. പുറകെ വരുന്നത് ഞാൻ നോക്കിയപ്പോ FIB ഫ്ലഫി ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ. എന്നെ കൊല്ലരുത് ദയവേത് പ്ലീസ്. 2 കളിയായിട്ട് ആദ്യത്തെ റൗണ്ടിൽ ചെന്നു. സത്യം പറഞ്ഞാൽ നിങ്ങൾ അല്ലാത്തവനെ ഞാൻ പുറത്താക്കി തരാം. അണ്ണ ഈ കളി കഴിഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഇതിലൊരു കോമഡി ഉണ്ട്. ആരോ ഫ്രണ്ട് വെച്ച് കൊന്നിട്ട് ആരോ കണ്ടിട്ടില്ല. അതാണ് സംഭവം. ഓണാക്കിയ ബോറാകുമ്പോ അത് പിന്നെ ഭയങ്കര ശോകം. സരക്കണ്ണ അണ്ണന്റെ ഒരു മോഡ് കമൽ ദിലീപ് കളിപ്പിക്കുമെന്ന് ചോദിക്കുന്നു. കേക്കാത്തോരി ഓക്കെ ആരൊക്കെ ലെഫ്റ്റ് ആവണം. എക്കോ ഓടിയോടാ. കോപ്പ് നോക്കുന്നില്ലേ ലാബില് അവിടെ. ഞാൻ ലാസ്റ്റ് ആയിട്ട് ക്യാമറ നോക്കിയ സമയത്ത് ലുട്ടാപ്പി അലീനയുടെ പിന്നാലെ പോണ. അല്ല ആ സമയത്ത് ഈ പിങ്കും കൂടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് ഫ്ലഫി ഇങ്ങോട്ട് വന്നായിരുന്നു. നിങ്ങൾ രണ്ടുപേരും അങ്ങനെ നേരെ വരിക്കുവരിക്കും ബ്രോ എന്നെ കണ്ടു. സുനിൽ ലാസ്റ്റ് ഇപ്പൊ എന്നെ കണ്ടിട്ടുണ്ട്. ഞാനും സുനി സെക്യൂരിറ്റിയിലായിരുന്നു. ഞാൻ മാപ്പ് മൊത്തം കറങ്ങി. ഇലക്ട്രിക്കലി പോയി ഞാൻ ആദ്യം മറ്റേ എന്തായിരുന്നു നമുക്കൊരു മെൽഡൗൺ ഇല്ലേ ആൾക്കാര് കൈവെക്കണ്ട. ഇലക്ട്രിക്കലിലൂടെ കേറി ഞാൻ ബോയിലർ റൂമിന്റെ ഫ്രണ്ടിൽ കൂടെ വെപ്പൺസ് ചെക്ക് ചെയ്തു. കമ്മ്യൂണിക്കേഷൻ അല്ല ഞാൻ റാസി ബ്രോ ഇടയ്ക്ക് വെച്ച് എവിടെയായിരുന്നു? ഞാനൊരു കാര്യം ഫ്ലഫി, ഞാൻ താഴോട്ട് പോകുന്ന നേരത്ത് സുനിമോനും മറ്റേ ലുട്ടാപ്പിയും ക്യാമറയിൽ നിൽക്കുകയായിരുന്നു ആദ്യം. ഇപ്പോഴല്ല, ഇതിന് മുമ്പ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ലുട്ടാപ്പി അവിടെ നിന്ന് ഓടി നേരെ റൈറ്റിലോട്ട് വെച്ചാൽ ലബോറട്ടറിയുടെ സൈഡിലോട്ട് പോയി.
ഞാൻ എന്നിട്ട് താഴെ ഓക്സിജന്റെ സൈഡിലോട്ടും പോയി. അന്നേരം റാസി ബ്രോ ആയിരുന്നു, പിന്നെ അവിടെ ഇല്ലായിരുന്നു. മനസ്സിലായില്ലേ? റാസി ബ്രോ റൈറ്റിൽ നിന്നാണ് വന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു മിനിറ്റ് സാറക്കണ്ണൻ ഇപ്പോ ലാബോറട്ടറിയിലായിട്ട് പോയായിരുന്നല്ലേ? ഞാൻ ഇപ്പൊ ലാബോറട്ടറി സൈഡ് ഇപ്പൊ പോയില്ലല്ലേ, ഞാൻ നേരത്തെ അല്ലേ പോയത്. ഞാൻ നേരത്തെ കോംസ് അവിടെ സപ്പോർട്ടേജ് ആയപ്പോ ഞാനോട് പൊടിച്ചിട്ട് വരുമ്പോഴേക്ക് അപ്പോഴാണ് ഞാൻ കണ്ട അപ്പോഴാണ് ഞാൻ ചോദിച്ചത് ആ സമയത്ത് നീ അവിടെ എന്തിനാ അവിടെ നിന്ന് ഇവിടെ നിന്ന് വരുന്നതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഒരു കാര്യം പറയാം, അല്ല ഞാനിവിടെ ഞാൻ എന്തായാലും സുനി അല്ല, സുനി ഓൾറെഡി അല്ല, സുനി എന്തായാലും ഓൾറെഡി അല്ല, കാരണം സുനി എന്തായാലും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സുനി അല്ല. പിന്നെ ഞാനും സുനി ഒരുമിച്ചായിരുന്നു. ഇപ്പോ എനിക്ക് സരക്കണ്ണന് ഒരു സസ് ഉണ്ട്. എന്നെ ഒരു സസ് വേണ്ട വെക്കേണ്ട ആവശ്യമില്ല. എന്നെ ഞാൻ ആയിരുന്നെങ്കിൽ എപ്പോഴാ ഇവിടെ ഇതിനുമ്പോ രണ്ടെണ്ണത്തിനെ കൂടി കൊന്നേനെ. നേരത്തെ പവിൻ ബ്രോ സരക്കണ്ണന്റെ ശരി, അങ്ങനെ എന്തിനാണോ പറഞ്ഞതിന്റെ ഇടയിൽ അങ്ങനെ ഞാൻ AFK ആയിട്ട് ഇന്നപ്പോ അങ്ങനെ എന്നെ ഗാഡിയാ നിക്കായിരുന്നു. അത് കഴിഞ്ഞപ്പോ അങ്ങനെ കൊന്നേന്നാണ് പറഞ്ഞത്. AFK ഒന്ന് ഞാൻ കൊല്ലണോ നീ? ഭൂതങ്ങളെ ചാറ്റ് വെക്കണേ. അല്ല പിന്നെ റാസി ബ്രോ ഉള്ള കേട്ടോ. റാസി ബ്രോ ഒരു മോഡറേറ്റർ നമ്പറിൽ നല്ലൊരു നടനും കൂടിയാണ്. നല്ലൊരു നടനാവണമെങ്കിൽ നല്ല കംപ്ലീറ്റ് ചെയ്ത് കളി ജയിക്കാവുന്നതേ ഉള്ളൂ. ചത്താള് മുണ്ടാണ്ടിരിക്കും. ടാസ്ക് അതാ പറഞ്ഞേ.
കാര്യം പറയട്ടെ, ഇതൊന്നെങ്കിൽ അലീന, ഒന്നെങ്കിൽ അലീന അല്ലെങ്കിൽ റാസി, രണ്ടുപേരിൽ ഒരാളാണ്. അല്ലല്ല ഞാനല്ല ഞാൻ ടാസ്ക് എല്ലാം complete കാരണം ഒന്നും ചെയ്യാൻ പറ്റാതെ പുഴുത്ത് നടക്കാണ് എന്റെ ഇതില്. കാരണം അല്ല ഞാന് എന്റെ ടാസ്ക് കംപ്ലീറ്റ് ആയതുകൊണ്ട് ഞാൻ സെക്യൂരിറ്റി പോയി നിന്നതാ. ഞാന് സെക്യൂരിറ്റിയിലായിരുന്നു. അയ്യോ കപ്പ് കേക്ക്, ഇമ്പോസ്റ്ററിന് ക്യാമറ ഓഫ് ആവാൻ പറയാൻ കപ്പ് കേക്ക് എന്തൊക്കെ ടാസ്ക് പറ കേക്കട്ടെ. ഞാൻ മറ്റേ മോണിറ്ററിൽ നടക്കുന്നത്, മറ്റേ വെള്ളം, മറ്റേ വീല് കറക്കുന്നത്, മോണിറ്ററിന്റെ നക്കുന്നത്, ഐ മീൻ മറ്റേ ട്രീയുടെ മൂട്ടിലുള്ള ഒരു സാധനം. ഓക്കെ, അത് ഒരു വർഷം പോയത്. പിന്നെ വെള്ളം കറക്കുന്നത്, പിന്നെ മറ്റേ കോപ്പി കൂടെ മറ്റേ നോക്കുന്നത്, പിന്നെ മറ്റേ സ്കാൻ ചെയ്ത് അതെല്ലാം ചെയ്ത്. വെള്ളം നിറച്ചോ? മറ്റേ എവിടെ കൊണ്ട് വെള്ളം നിറച്ചു? ആ വെള്ളമല്ല, മറ്റേ ഒരു വെള്ളം നിറയ്ക്കാൻ പറ്റുമല്ലോ നമ്മൾ കുടിക്കുന്ന വെള്ളം, കാനിസ്റ്ററിന്റെ ഒരു വെള്ളം തിരിച്ചു വെച്ചിട്ട് ഇങ്ങനെ നിക്കുമ്പോഴത്തേക്ക് ഇതാവുന്നത്. അത് ചെയ്താ? ഇല്ല കേക്ക് കള്ളി എന്ന് പറഞ്ഞാൽ പഠിച്ച കള്ളിയാണ്. ഞാൻ പറയുന്നത് ഇവളാണിത്, നോക്കിയോ. ഞാൻ എന്തായാലും സ്കിപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ റാസി രണ്ടെണ്ണം. അലീന നീ ഇപ്പൊ ഇതിന്റെ ഇടയിലല്ലോ ടാസ്ക് ചെയ്തായിരുന്നു? ഇപ്പൊ കുറച്ച് മുമ്പ് വരെ ടാസ്ക് കഴിഞ്ഞ് ഞാൻ ഇതായിരുന്നു, സെക്യൂരിറ്റി റൂമിലായിരുന്നു. അപ്പൊ ഇത് രണ്ടുപേരാളാണ്, ഇവര് രണ്ടുപേരാണ് ഒരുമിച്ച് നിൽക്കാതെ മാറി കിടക്കുന്നത്. പറ്റൂല. എന്റെ പിറകെ ഒന്ന് ട്രൈ ചെയ്ത് റാസി, പക്ഷെ എത്തിയില്ല. കൈവാക്കിന് കിട്ടിയില്ല എന്നെ, കൈവാക്കിന് കിട്ടിയില്ല. സ്കിപ്പടി കുഴപ്പമില്ല. അവൻ എന്തായാലും ഇത്തിരി പുഴുക്കട്ടായിരുന്നു. അലീനെ 91 ലെവലുള്ള ഒരു കള്ളിയാണ്, മനസ്സിലായില്ലേ? ചില്ലറ കള്ളിയൊന്നും അല്ല, മനസ്സിലായില്ലേ? പഠിച്ച കള്ളിയാണ് അലീന. എനിക്കാണെങ്കിൽ ആരൊക്കെ എപ്പോ കൊല്ലായിരുന്നു. നിനക്ക് കൊല്ലാൻ ഒരാള് പോലും എന്റെ അടുത്ത് വന്നിട്ടില്ല, എല്ലാരും ഒരുമിച്ച് 91 ലെവലിന്റെ കള്ളിയാണ് അവള്. 91 ലെവലുള്ള കള്ളിയാണ് അവള്. അവർക്ക് എന്തൊക്കെ ടാസ്ക് ഉണ്ടെന്ന് കറക്റ്റ് അറിയാം. അത് കിരൺ കളിച്ചത്. ഇതാ ഡെഡ് ബോഡീസ് ഒക്കെ ഉണ്ട്, ടാസ്ക് ഉണ്ട് ചെയ്യടി. റാസിയല്ല ഞാൻ കൈ വെട്ടെ കൊറേ നേരിട്ട് ഞാൻ പറയണം. ബുള്ളറ്റ് സ്റ്റോറേജിന്റെ താഴെ വെപ്പൻസിലോട്ട് പോവായിരുന്നു. ഓഫീസിൽ വന്ന് ഓഫീസിന്റെ ഒരു ജനലില്ല, ജനല് പുറത്തോട്ട് പോകുന്ന ജനല്, അവിടെ ഞാൻ വെറുതെ ഇരിക്കുവായിരുന്നു. വെറുതെ അണ്ണ ഞാൻ സ്റ്റോറേജിന്റെ താഴെ വെപ്പൻസിലോട്ട് പോവായിരുന്നു. ആണല്ലേ? അപ്പൊ നീ എന്നാണ് ഇപ്പൊ കപ്പ് കേക്കിനെ കളഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ജയിക്കാൻ പറ്റും. കപ്പ് കേക്ക് നല്ല ഇത്ര സെന്റിമെന്റ്സ് പറഞ്ഞത് വോട്ട് ചെയ്തു. എനിക്ക് സെന്റിമെന്റ്സ് ചേരുന്നില്ല, ആ സെന്റിമെന്റ്സ് ചേരുന്നില്ല. ഒട്ടും ചേരുന്നില്ല.
കഴിഞ്ഞു കഴിഞ്ഞു വിശ്വസിച്ച് പുറകെ വന്നല്ലേ വിശ്വസിച്ചല്ല ഞാൻ പുറകെ വന്നേ വിശ്വസിച്ച് പുറകെ വന്നല്ലേ എനിക്ക് ഒറ്റയ്ക്ക് എത്ര എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് പുറകെ വന്നല്ലേ ഞാൻ